രാജ്യത്ത് ഡിജിറ്റൽ അവകാശങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യവും നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാർ നൽകിയ താക്കീത്. ഗവൺമെന്റുകളുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യപ്പെടുന്ന പോസ്റ്റുകളും അക്കൌണ്ടുകളും ഏത് ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ്, ഏത് നിയമപരമായ വ്യവസ്ഥകൾ ഉദ്ധരിച്ചാണ് വിലക്കിയത് തുടങ്ങിയ വിവരങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ സുതാര്യമായി പരസ്യമാക്കുമെന്ന് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്ന കർശന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. IT ആക്ടിലെ സെഷൻ 69A പോലുള്ള വ്യവസ്ഥകൾ ഉപയോഗിച്ച് നടത്തുന്ന ഉള്ളടക്കം നീക്കം ചെയ്യലുകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന കർശന വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ഭരണകൂടം പ്ലാറ്റ്ഫോമുകളുടെ കൈകൾ ബന്ധിക്കുന്നത്. സെൻസർഷിപ്പുകൾ എന്തിനുവേണ്ടി നടത്തി എന്ന് ജനങ്ങൾ അറിയുന്നത് തടയുന്ന ഈ നിലപാട് ഭരണകൂടത്തിന്റെ ഭയത്തെയും ജനാധിപത്യപരമായ സുതാര്യതയോടുള്ള എതിർപ്പിനെയും മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു ജനാധിപത്യ സമൂഹത്തിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും പൗരന്മാർക്ക് അവകാശമുണ്ട്. എന്നാൽ വിവരസാങ്കേതിക നിയമങ്ങളുടെ മറവിൽ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും പൂർണ്ണമായി അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. തങ്ങളുടെ വീഴ്ചകളും കള്ളപ്രചാരണങ്ങളും പുറത്തുവരുമോ എന്ന ഭയമാണ് സുതാര്യമായ സെൻസർഷിപ്പ് വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ നിലപാടെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ഭരണകൂടത്തിന് അസൗകര്യമുണ്ടാക്കുന്ന വാർത്തകളും വിശകലനങ്ങളും നിശബ്ദമാക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഉള്ളടക്കം നീക്കം ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം പോലും ഉപയോക്താക്കൾക്ക് നിഷേധിക്കപ്പെടുന്നു.